എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കേട്ടത് ഭീഷ്മരോടൊപ്പം യുദ്ധം ചെയ്യുകയില്ല എന്ന് കർണൻ തീരുമാനമെടുക്കുന്നതും തുടർന്ന് കുരുസഭയിൽ നടന്ന സംഭാഷണങ്ങളുമാണ്. നമുക്ക് മഹാഭാരതം ബാക്കി കേൾക്കാം. കൗരവർ ഇപ്രകാരം യുദ്ധത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുമ്പോൾ അങ്ങ് ഉപപ്ലവ്യത്തിൽ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കേശവ, നീ മാത്രമാണ് ഞങ്ങൾക്ക് അഭയം. അങ്ങയിലൂടെ കൗരവരിൽ നിന്നും അർഹമായത് നേടിയെടുക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വൃഷ്ണികുലത്തിന്റെ സംരക്ഷകനായ അങ്ങ് ഞങ്ങളെയും സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ധൃതരാഷ്ട്രർ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് സഞ്ജയൻ ഞങ്ങളോട് പറഞ്ഞത്. കേശവ, ധൃതരാഷ്ട്രരിൽ നിന്നും നേരായ വഴിക്ക് അർഹമായത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്യാഗ്രഹത്തിന്റെ മനുഷ്യരൂപമാണ് ധൃതരാഷ്ട്രരും ദുര്യോധനനും. കേശവ, സ്വന്തം അമ്മയെയും സഹോദരങ്ങളെയും വേണ്ട വിധം സംരക്ഷിക്കുവാനോ അവർക്ക് ആവശ്യമായത് നൽകുവാനോ കഴിയാതിരിക്കുന്നത് എത്ര മോശമായ അവസ്ഥയാണെന്ന് അങ്ങയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതേയുള്ളൂ. യുദ്ധം ഒഴിവാക്കുവാൻ വെറും 5 ഗ്രാമങ്ങൾ തന്നാൽ പോലും ഞങ്ങൾ സന്ധിക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ട് അതുപോലും നൽകുവാൻ ദുര്യോധനൻ ഒരുക്കമല്ല. എല്ലാം ഉണ്ടായിട്ടും ധൃതരാഷ്ട്രർ മറ്റൊരുവന്റെ സ്വത്ത് സ്വന്തമെന്ന് കരുതി മുറുകെ പിടിച്ചിരിക്കുന്നതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേശവ, അവർക്ക് വിവേകം നഷ്ടമായിരിക്കുന്നു. അവർ ധർമ്മത്തെ വെടിയുകയാണ്. ധർമ്മം നശിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഐശ്വര്യം നശിക്കുന്നു എന്ന് തന്നെയാണ്. എപ്രകാരമാണോ പക്ഷി മൃഗാദികൾ പൂക്കളും കായ്ക്കളും ഇല്ലാത്ത വൃക്ഷത്തിനടുത്തേക്ക് പോകാത്തത്, അപ്രകാരം സജ്ജനങ്ങൾ ധർമ്മം അനുഷ്ഠിക്കാത്തവരിൽ നിന്നും അകലം പാലിക്കുന്നു. മധുസൂദന, ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. കുലം മുടിയാതെ കൗരവരും പാണ്ഡവരും രമ്യതയിൽ പരസ്പരം സഹകരിച്ച് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമാണ്. വെറും 5 ഗ്രാമം പോലും പാണ്ഡവർക്ക് നൽകുകയില്ല എന്ന് വാശി പിടിക്കുന്ന ദുര്യോധനൻ കുലത്തിന്റെ തന്നെ അന്തകനാണ്. കേശവ, കൗരവരെ ഉന്മൂലനം ചെയ്ത് സർവ്വതം സ്വന്തമാക്കുവാൻ കഴിവുള്ളവരാണ് പാണ്ഡവർ. എന്നാൽ ഞങ്ങൾ ധർമ്മം വെടിയുകയില്ല. ഞങ്ങൾക്ക് അർഹമായത് മാത്രം തിരിച്ചു ലഭിച്ചാൽ മതി. കൃഷ്ണ, ധൃതരാഷ്ട്രർ ദുര്യോധനന്റെ സ്വാധീനത്തിലാണ്. അദ്ദേഹം ദുര്യോധനൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകുകയില്ല. കൃഷ്ണ, എങ്ങനെയാണ് ഞങ്ങൾ ഈ ദുർഘടാവസ്ഥ തരണം ചെയ്യുക? അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ മാർഗദീപം. ഋഷികേശ, അങ്ങയ്ക്ക് മാത്രമാണ് എല്ലാ കർമ്മങ്ങളുടെയും അനന്തരഫലം അറിയാവുന്നത്. അങ്ങയ്ക്ക് മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അറിയുക. പറഞ്ഞാലും ജനാർദ്ദന, മുന്നോട്ട് ഇനി എങ്ങനെയാണ് പോകേണ്ടത്? കൃഷ്ണൻ പറഞ്ഞു, 2 പക്ഷത്തിൻ്റെയും സൗഖ്യത്തിനായി ഞാൻ നേരിട്ട് കുരുസഭയിലേക്ക് ചെല്ലാം. പാണ്ഡവരുടെ ദൂതനായി സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഞാൻ കൗരവ സമക്ഷം പോകാം. പാണ്ഡവരുടെ ന്യായമായ ആവശ്യത്തിന് സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിന് ഞാൻ ശ്രമിക്കാം യുധിഷ്ഠിര. യുധിഷ്ഠിരൻ പറഞ്ഞു, കേശവ, അങ്ങ് കൗരവ സഭയിൽ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ദുര്യോധനൻ ആരുടെയും വാക്കുകൾ കേൾക്കുകയില്ല. അങ്ങ് പറയുന്നതും അവന് കേൾക്കുവാൻ താല്പര്യം കാണുകയുമില്ല. ദുര്യോധനനെ അനുകൂലിക്കുന്ന രാജാക്കന്മാർക്ക് ഇടയിലേക്ക് അങ്ങ് തനിച്ച് ചെല്ലുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പാണ്ഡവർക്ക് വേണ്ടി പോകുന്ന അങ്ങയ്ക്ക് കൗരവരിൽ നിന്നും അപമാനം നേരിടേണ്ടി വന്നാൽ അതിൽ പരമൊരു ദുഃഖം എനിക്ക് വേറെയില്ല കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, സമാധാനത്തിനായി ഞാൻ കൗരവ പക്ഷത്തേക്ക് പോകണം യുധിഷ്ഠിര. ഇല്ലെങ്കിൽ ഈ ലോകം പറയും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന്. സമാധാനത്തിന് ശ്രമിക്കാതെ കൗരവരെ കൊന്നൊടുക്കിയെന്ന ദുഷ്കീർത്തി പാണ്ഡവരിലും എന്നിലും വന്നു ചേരും യുധിഷ്ഠിര. നമ്മൾക്ക് എല്ലാ രീതിയിലും ശ്രമങ്ങൾ നടത്താം. ഒരു തരത്തിലും പരിഹാരം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നമുക്ക് യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കാം. അവർ എന്നെ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന ഭയം അങ്ങയ്ക്ക് വേണ്ട യുധിഷ്ഠിര. ദുര്യോധനനോ അവനെ പിന്തുണയ്ക്കുന്ന രാജാക്കന്മാർക്കോ പൃഥ്വിയിലെ സമസ്ത രാജാക്കന്മാർ ഒത്തുചേർന്നാലോ പോലും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യുധിഷ്ഠിര, ഞാൻ കൗരവരെ കണ്ട് സംസാരിക്കാം. ഏറ്റവും കുറഞ്ഞ പക്ഷം മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ രീതിയിലും യുദ്ധം ഒഴിവാക്കുവാൻ ശ്രമിച്ചുവെന്ന് ലോകർക്ക് മനസ്സിലാകും. യുധിഷ്ഠിര, താങ്കൾ ധർമ്മത്തിൽ അധിഷ്ഠിതനാണ്. കൗരവരാകട്ടെ അത്യാഗ്രഹികളും അധർമ്മികളുമാണ്. അങ്ങ് ക്ഷത്രിയനാണ്. അങ്ങ് അർഹമായതിനു വേണ്ടി യാചിച്ചു നിൽക്കേണ്ടവനല്ല. കുലധർമ്മത്തിനനുസരിച്ച് അർഹമായത് നേടിയെടുക്കേണ്ടവനാണ് അങ്ങ്. അങ്ങ് ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ ഭീരുത്വമായി തെറ്റിദ്ധരിച്ചേക്കാം. വേരുകൾ ജീർണിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ കണക്കെയാണ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ധർമ്മത്തെ വെടിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ. അവരെ ഉന്മൂലനം ചെയ്യുന്നതിൽ തെറ്റില്ല. എന്തായാലും ഞാൻ കുരുസഭയിലേക്ക് പോകാം. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടത്താം. യുദ്ധം അരങ്ങേറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ സൂചനകളാണ് എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും ലഭിക്കുന്നത്. പക്ഷി മൃഗാദികളുടെ പരിഭ്രമം കണ്ടാൽ പോലും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ.
രാത്രികാലങ്ങളിൽ ആനകളുടെ ചിഹ്നം വിളിയും ഭയന്നിട്ടെന്ന പോലെ കുതിരകൾ ശബ്ദമുണ്ടാക്കുന്നതും ചെന്നായികൾ ഓരിയിടുന്നതുമെല്ലാം അങ്ങ് ശ്രദ്ധിക്കുന്നില്ലേ? മരണം താണ്ഡവമാടുന്ന മഹായുദ്ധം തന്നെയാണ് അരങ്ങേറുവാൻ പോകുന്നത്. യുദ്ധത്തിന് തയ്യാറായി കൊള്ളുക, ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുക, സൈന്യത്തിന് വേണ്ട പരിശീലനം നൽകുക, ഭടന്മാരെയും കുതിരകളെയും ആനകളെയും രഥങ്ങളെയും തയ്യാറാക്കി നിർത്തുക. ദുര്യോധനൻ നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതൊന്നും സ്വയം തോന്നി തിരിച്ചു നൽകുകയില്ല. അവന് അതിന് കഴിയുകയില്ല. ഇത് കേട്ട് ഭീമൻ പറഞ്ഞു, മധുസൂദന, അങ്ങയുടെ വാക്കുകൾ കേട്ട് കൗരവർ സമാധാനപരമായ പരിഹാരം സ്വീകരിക്കുമാറാകട്ടെ. ദുര്യോധനൻ ക്ഷമയില്ലാത്തവനും സദാ ക്രോധാലുവുമാണ്. മറ്റൊരുവന് നല്ലത് വരുന്നത് അവന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ദുര്യോധനനോട് അങ്ങ് സമാധാനമായി സംസാരിച്ചാലും ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കണം. ബന്ധുജനങ്ങളെ കൊല്ലുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഭീമന്റെ വാക്കുകൾ കേട്ട് കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. ഭീമൻ മുൻപൊരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. കൃഷ്ണൻ അത്ഭുതത്തോടെ ഭീമനോട് ചോദിച്ചു, കൊടുമുടികൾ കുന്നുകളായിപ്പോയോ? കാട്ടുതീ തണുത്തുറഞ്ഞു പോയോ വൃഗോദര? മുൻപ് യുദ്ധത്തിന് വേണ്ടി കാഹളം മുഴക്കിക്കൊണ്ടിരുന്ന ഭീമസേനന് ഇതെന്തു പറ്റി? ധൃതരാഷ്ട്ര പുത്രന്മാരെ വധിക്കണമെന്ന് ഊണിലും ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരുന്ന വൃഗോദരന് ഇതെന്തു പറ്റി? ഭീമ, താങ്കൾ ഉറങ്ങാറില്ല എന്നെനിക്കറിയാം. ഉറങ്ങാൻ അങ്ങയ്ക്ക് പറ്റുന്നില്ല. കൗരവർ പാണ്ഡവരോട് കാണിച്ച അനീതിയാകുന്ന തീ അങ്ങയെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. കൗരവരോടുള്ള ദേഷ്യം കാരണം അങ്ങയുടെ ശ്വാസത്തിൽ പോലും തീ ഉദ്ഭവിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭീമ, താങ്കളുടെ മനസ്സിന് ശാന്തിയില്ല. അത് നീറി നീറി കിടക്കുകയാണ്. പലപ്പോഴും തനിച്ചിരുന്ന് തല താഴ്ത്തി ചിന്തയിൽ മുഴുകി അസ്വസ്ഥനായിരിക്കുന്ന ഭീമനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭീമസേന, നീ കാട്ടാനയെപ്പോലെ ഭൂമി കിടുങ്ങുമാറ് നടക്കുന്നവനാണ്. തനിച്ചിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ്. സദാ ക്രോധാലുവാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഇതെന്തു പറ്റി? ദുര്യോധനനെ കൊല്ലണമെന്ന് ശപഥമെടുത്ത വീരനായ ഭീമനെന്ന സൂര്യൻ അസ്തമിച്ചുവോ? യുദ്ധത്തോട് അടുക്കുമ്പോൾ ഭയം അങ്ങയിൽ വന്ന് നിറയുന്നുവോ ഭീമ? അങ്ങ് മുൻപൊരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത കണക്കെ ഇപ്പോൾ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നതെന്തേ? വീരനായ 10,000 മതയാനകളുടെ ശക്തിയുള്ള ഭീമസേനനെ എനിക്കിപ്പോൾ കാണുവാൻ കഴിയുന്നില്ല. താങ്കൾ എന്തേ ഇപ്പോൾ ഭീരുവിനെ പോലെ സംസാരിക്കുന്നു ഭീമ? അങ്ങയുടെ ഹൃദയം ഭയത്താൽ വിറയ്ക്കുന്നുവോ? അങ്ങയുടെ തുടകൾ മരവിച്ചു പോയോ? അങ്ങയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ അങ്ങ് പറയുന്നതെന്തേ? ഭീമൻ ഇപ്രകാരം പറയുന്നത് കേൾക്കുമ്പോൾ സിംഹം പശുവിൻ്റെ കണക്കെ ശബ്ദമുണ്ടാക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഉണരൂ ഭീമ, നീ ആരാണെന്നറിഞ്ഞാലും പ്രതീക്ഷ നഷ്ടമായവനെ പോലെ അങ്ങ് സംസാരിക്കരുത്. ആലസ്യം അങ്ങയ്ക്ക് ഭൂഷണമല്ല. അർഹമായത് സ്വന്തം മെയ്ക്കരുത്തിലൂടെ നേടിയെടുക്കുന്നതാണ് ക്ഷത്രിയന് യോജിച്ചത്. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അതീവ ക്രോധം തോന്നിയെങ്കിലും ഭീമൻ പരിശീലനം ലഭിച്ച കുതിരയെപ്പോലെ സ്വയം നിയന്ത്രിച്ച് ഇപ്രകാരം പറഞ്ഞു, മാധവ, ഒന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങയ്ക്ക് മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങ് എന്നെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതാണ്. അങ്ങയ്ക്ക് അറിയാവുന്ന ഭീമൻ എന്താ ഭീരുവാണോ? ഇത്ര കാലം കൊണ്ട് അങ്ങയ്ക്ക് ഭീമനെ അങ്ങനെയാണോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കേശവ? എന്നെ അറിയാവുന്ന ആരും തന്നെ എന്നെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഗോവിന്ദ, എനിക്കെന്നെ അറിയാം. എൻ്റെ ബലവും എനിക്കറിയാം. ഭൂമിയും സ്വർഗവും പർവ്വതങ്ങൾ കണക്കെ കൂട്ടിമുട്ടുവാൻ പോകുന്നുവെങ്കിൽ അവയ്ക്കിടയിൽ നിന്ന് അവയെ ഞാൻ അകറ്റി നിർത്തും. ഞാൻ അതിന് പോന്നവനാണ്. എൻ്റെ കൈകൾക്കിടയിൽ നിന്നും പ്രാണനും കൊണ്ട് രക്ഷപ്പെടുവാൻ പോന്ന മനുഷ്യർ ആരും തന്നെയില്ല. ദേവേന്ദ്രന് പോലും എൻ്റെ കൈകളിൽ നിന്നും ഒരുവനെ രക്ഷിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. പാണ്ഡവരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അണിനിരന്ന് നിൽക്കുന്ന മഹാസൈന്യത്തെ തനിച്ചു നിന്ന് തോൽപ്പിക്കുവാൻ കെൽപ്പുള്ളവനാണ് അച്യുത, ഈ ഭീമസേനൻ. അച്യുത, അങ്ങയ്ക്ക് എൻ്റെ ശക്തിയിൽ സംശയമുണ്ടെങ്കിൽ കൗരവരുമായുള്ള യുദ്ധത്തിൽ അങ്ങയ്ക്ക് ഞാനത് നേരിട്ട് കാട്ടിത്തരാം. ജനാർദ്ദന, എന്തിനാണ് അങ്ങനെ സൂചിമുന പോലെ മൂർച്ചയുള്ള വാക്കുകളാൽ മുറിവേൽപ്പിച്ചത്? ഞാൻ പറഞ്ഞതും അതിലധികവുമാണ് ഞാൻ എന്ന് എനിക്കറിയാം. യുദ്ധത്തിൽ ഞാൻ കൊന്നു കൂട്ടിയിടുവാൻ പോകുന്ന ആനകളെയും തകർത്ത് കളയുവാൻ പോകുന്ന രഥങ്ങളെയും അങ്ങ് കാണണം. എൻ്റെ തുടകൾക്ക് ഒരു മരവിപ്പുമില്ല ജനാർദ്ദന. എൻ്റെ ഹൃദയം വിറയ്ക്കുന്നുമില്ല. 3 ലോകവും എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്കതിൽ തെല്ലും ഭയവുമില്ല കേശവ. എൻ്റെ ഹൃദയത്തിലെ നന്മയുടെ കണിക കാരണം ഞാൻ പറഞ്ഞു പോയ വാക്കുകൾ കേട്ട് അത് ഭീരുത്വമാണെന്ന് കരുതരുത് മധുസൂദന. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ തനിച്ചിരുന്ന് ഭ്രാന്തനെ പോലെ മുറുമുറുക്കുന്നവനാണ്. നിദ്ര നഷ്ടമായവനാണ് ഞാൻ. നേരിടേണ്ടി വന്ന അനീതികളുടെയും ചതികളുടെയും ഹോമകുണ്ഡം മനസ്സിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് മാധവ. ആ തീയിൽ കുലം നശിച്ചു പോകണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് നീ ഭീമൻ ഭീരുവാണെന്ന് പറയരുത് മുകുന്ദ. കൃഷ്ണൻ പറഞ്ഞു, ഭീമസേന, എനിക്ക് താങ്കളുടെ മഹത്വം അറിയാം.
താങ്കളുടെ കരുത്ത് എത്രത്തോളമാണെന്നും താങ്കളുടെ പ്രവൃത്തികളും എനിക്കറിയാം. താങ്കളുടെ ഉദ്ദേശം അറിയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അപ്രകാരം സംസാരിച്ചത്. ഹേ വീര പാണ്ഡവ, താങ്കൾ സ്വയം കരുതുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് താങ്കളുടെ ശക്തി. ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചവനാണ് നീ. ഭീമ, കർമ്മം ചെയ്യുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. കർമ്മബലം എന്തെന്ന് വ്യാകുലപ്പെടാതെ കർമ്മം ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. കർമ്മബലത്തെപ്പറ്റി ചിന്തിക്കാതെ കർമ്മം ചെയ്തു കൊള്ളുക. അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ ഒന്നിലും നിരാശപ്പെടുകയില്ല. ഒന്നിനും അവനെ നിരാശപ്പെടുത്തുവാൻ കഴിയുകയുമില്ല. യുദ്ധത്തിൽ ഒന്നും കാലേക്കൂട്ടി പ്രവചിക്കുവാൻ കഴിയുകയില്ല. വിധി എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതിനാൽ ആലസ്യം അരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് ഭീമസേന. നാളെ ഞാൻ ധൃതരാഷ്ട്രരുടെ സമക്ഷം ചെല്ലാം. നിങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടാത്ത രീതിയിൽ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കാം. ആ ശ്രമം പരാജയപ്പെട്ടാൽ യുദ്ധമല്ലാതെ വേറെ പോംവഴിയില്ല. വൃഗോദര, യുദ്ധം അരങ്ങേറുന്നുവെങ്കിൽ ആ യുദ്ധത്തിന്റെ ഭാരം നിന്റെ ചുമലിലായിരിക്കും. നീയാകുന്ന മഹാരഥം ചലിച്ചാൽ മാത്രമേ പാണ്ഡവർക്ക് യുദ്ധത്തിൽ വിജയിക്കുവാൻ സാധിക്കൂ. ഞാൻ യുദ്ധത്തിൽ ആയുധങ്ങൾ സ്പർശിക്കുക പോലുമില്ല. ഞാൻ അർജുനന്റെ തേരാളിയായിരിക്കും. അതാണ് അർജുനന്റെ ആഗ്രഹവും. ഭീമസേന, താങ്കളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ കരുത്തിനെ പൊടി തട്ടിയെടുക്കുവാൻ മാത്രമാണ് ഞാൻ അപ്രകാരം സംസാരിച്ചത്. അർജുനൻ പറഞ്ഞു, താങ്കൾക്ക് ഞങ്ങൾ മംഗളം നേരുന്നു കേശവ. താങ്കളുടെ വാക്കുകൾ കൗരവരെ മാറി ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദുര്യോധനൻ ഞങ്ങളോട് കാണിച്ച അനീതിയും ദ്രൗപദിയോട് കാണിച്ച ക്രൂരതയും ഞങ്ങളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. എന്നിരുന്നാൽ കൂടിയും കുലത്തിനായി യുദ്ധം ഒഴിവാക്കുവാൻ സാധിച്ചാൽ അത് നല്ലത് തന്നെ. നകുലൻ പറഞ്ഞു, മാധവ, അങ്ങ് കൗരവരെ കണ്ട് സമാധാനത്തിന്റെ പാതയിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുക. കേശവനും യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും സത്യകിയും വിരാടനും ദ്രുപദനും ദൃഷ്ടദ്യുമ്നനുമെല്ലാം അടങ്ങുന്ന പാണ്ഡവപക്ഷത്തോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കും മുൻപ് വിവേകവും ബുദ്ധിയുമുള്ള ആരും 1000 വട്ടം ചിന്തിക്കും. അങ്ങയുടെ വാക്കുകൾ കേട്ട് വിതുരരും ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും ദുര്യോധനനെ പറഞ്ഞു മനസ്സിലാക്കി യുദ്ധം ഒഴിവാക്കിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അത് കുലത്തിന് നല്ലത് തന്നെ. ഇത് കേട്ട് സഹദേവൻ പറഞ്ഞു, മുകുന്ദ, എൻ്റെ അഭിപ്രായം ജ്യേഷ്ഠന്മാർ പറഞ്ഞതിന് വിപരീതമാണ്. കേശവ, യുദ്ധം അരങ്ങേറണമെന്ന രീതിയിൽ തന്നെ അങ്ങ് കൗരവരോട് സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൗരവർ സമാധാനപരമായ ഒത്തുതീർപ്പിന് തയ്യാറാണെങ്കിൽ അവരെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിന് അവരെ കൊണ്ടുവരണം. ഞാൻ മറ്റെന്ത് പുറത്താലും ദുര്യോധനനും ദുശാസനനും അടങ്ങുന്ന കൗരവപക്ഷം ദ്രൗപദിയോട് കാണിച്ച കൊടിയ ക്രൂരത ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. മാധവ, ജ്യേഷ്ഠന്മാരായ ധർമ്മരാജനും പാർത്ഥനും ഭീമസേനനും ധർമ്മത്തെ മുറുകെ പിടിച്ച് ഇരുന്നു കൊള്ളട്ടെ. ദ്രൗപദിക്ക് നിഷേധിക്കപ്പെട്ട ധർമ്മം എനിക്ക് വേണ്ട. ഞാൻ കൗരവരുമായി യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദ്രൗപദിയെ അപമാനിക്കുവാൻ മുൻകൈയെടുത്ത ശകുനിയെ കൊല്ലുമെന്ന എൻ്റെ ശപഥവും നിറവേറ്റുവാൻ ബാക്കിയാണ്. സഹദേവന്റെ വാക്കുകൾ കേട്ട് സത്യകി പറഞ്ഞു, സഹദേവൻ പറഞ്ഞത് സത്യം. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. പാണ്ഡവരെ ഇത്രമേൽ ദ്രോഹിച്ച കൗരവരെ യുദ്ധത്തിൽ മുടിപ്പിക്കുക തന്നെ വേണം. അത്ര നേരം എല്ലാം മൗനമായി കേട്ടിരുന്ന ദ്രൗപദി സഹദേവന്റെയും സത്യകിയുടെയും വാക്കുകൾ കേട്ട് നിറ കണ്ണുകളോടെ കൃഷ്ണനോട് പറഞ്ഞു, കേശവ, മഹാനായ ധർമ്മരാജൻ യുധിഷ്ഠിരൻ സമാധാനം ആഗ്രഹിക്കുന്നു. ധർമ്മം മാത്രമേ അദ്ദേഹം പറയുകയുള്ളൂ. ക്ഷത്രിയ കുലത്തിലെ മഹാവീരനായ ഭീമസേനൻ പോലും സമാധാനത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർത്ഥനും സമാധാനപരമായ ഒത്തുതീർപ്പ് മതി. പാതി രാജ്യം പോയിട്ട് 5 ഗ്രാമം പോലും വിട്ടുതരാത്ത കൗരവ വീരന്മാർ സമാധാനത്തിന്റെ പാതയിൽ സംസാരിച്ച് ഒത്തുതീർപ്പിന് തയ്യാറാവുമെന്ന് എൻ്റെ വീരന്മാരായ ഭർത്താക്കന്മാർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. മാധവ, അർഹമായത് തരാതെ പാണ്ഡവർ ദരിദ്രരായി ജീവിച്ചു കൊള്ളുമെന്ന് കരുതി അങ്ങനെ സമാധാനം സ്ഥാപിക്കുവാനാണ് കൗരവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങ് കൗരവ സഭയിലേക്ക് പോകേണ്ട കാര്യം പോലുമില്ല. മധുസൂദന, നിന്നോട് ഞാനൊരു സംശയം ചോദിക്കട്ടെ. എനിക്ക് മുൻപ് എന്നോളം അപമാനം സഹിക്കേണ്ടി വന്ന മറ്റേതെങ്കിലും ഒരു സ്ത്രീ ജീവിച്ചിരുന്നിട്ടുണ്ടോ കേശവ? ഞാൻ കൃഷ്ണ, ഹോമകുണ്ടത്തിൽ നിന്നും ജനിച്ച ദ്രുപദപുത്രി, ദൃഷ്ടദ്യുപ്നന്റെ സഹോദരി, കേശവന്റെ ആത്മമിത്രം, മഹാനായ പാണ്ഡുവിന്റെ മരുമകൾ, ദേവേന്ദ്രന് സമന്മാരായ 5 ഭർത്താക്കന്മാർ. അങ്ങനെയുള്ള എന്നെയാണ് ഏകവസ്ത്രധാരിണിയായിരിക്കുന്ന വേളയിൽ രജസ്വലയായിരുന്ന അവസ്ഥയിൽ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ചത് മാധവ. വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ടത് നിറഞ്ഞു തുളുമ്പിയിരുന്ന കുരുസഭയുടെ മധ്യത്തിൽ. ഇത് സംഭവിക്കുന്നത് എൻ്റെ ഭർത്താക്കന്മാരുടെ കൺമുന്നിൽ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ കേശവ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് മാധവ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ചുറ്റുമുള്ള കഴുകന്മാർ ഏകവസ്ത്രയായ എന്നെ അവരുടെ കാമം നിറഞ്ഞ നോട്ടം കൊണ്ട് 1000 വട്ടം എന്നെ പിച്ചു ചീന്തി മാധവ. എൻ്റെ ഭർത്താക്കന്മാർ നോക്കി നിൽക്കെ
സമസ്ത വീരന്മാരും നോക്കി നിൽക്കെ ദുര്യോധനൻ അയാളുടെ വസ്ത്രം മാറ്റി തുട എനിക്ക് കാണിച്ചു തന്നു. ഞാൻ വെറുമൊരു വേശ്യയാണോ കേശവ? അന്ന് എവിടെ പോയി ഈ ധർമ്മം? അന്ന് എവിടെയായിരുന്നു മൂല്യങ്ങൾ? തൊണ്ട പൊട്ടി നിലവിളിച്ചു ഞാൻ. ഒരു വീരനും കേട്ടില്ല. ഒന്നും ആരും മിണ്ടിയില്ല. പിതാമഹൻ തല താഴ്ത്തിയിരുന്നു. അന്ധപിതാവ് എല്ലാ അർത്ഥത്തിലും അന്ധത നടിച്ചിരുന്നു. ദുശാസനൻ എന്റെ വസ്ത്രം വലിച്ചൂരുവാൻ ശ്രമം നടത്തി. എല്ലാം അരങ്ങേറിയത് മഹാകുരുവംശത്തിന്റെ രാജസഭയിൽ. 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. എന്തൊക്കെ സഹിക്കണം ഞാൻ കേശവ? ഇതെല്ലാം ചെയ്തിട്ടും ദുര്യോധനൻ ഇന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തല താഴ്ത്തുക വീര ഭീമസേന, തല താഴ്ത്തുക ഗാണ്ഡീവധാരി അർജുന. ഹേ പുണ്ടരീകാക്ഷ, എന്നോട് അങ്ങയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ, എനിക്കേറ്റ അപമാനത്തിൽ അങ്ങ് വേദനിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിലെ സമസ്ത സ്ത്രീകൾക്കും വേണ്ടി എൻ്റെ ഈ ക്രോധമാകുന്ന അസ്ത്രം അങ്ങ് ധൃതരാഷ്ട്രപുത്രന്മാർക്ക് നേരെ പായിച്ചാലും. ഇത്രയും പറഞ്ഞ് ദ്രൗപദി തൻ്റെ അഴിഞ്ഞുകിടക്കുന്ന സമൃദ്ധമായ കരിമ്പനയുടെ കറുത്ത നിറമോടുകൂടിയ തലമുടി പൊക്കിപ്പിടിച്ചുകൊണ്ട് കേശവനോട് പറഞ്ഞു, അച്യുത, എൻ്റെ ഈ മുടിയിൽ കടന്നു പിടിച്ച് എന്നെ വലിച്ചിഴച്ചവൻ ദുശാസനൻ. എൻ്റെ വീരന്മാരായ ഭർത്താക്കന്മാർക്ക് വേണ്ടി കൗരവരോട് സമാധാനപരമായി സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് ഇറങ്ങിത്തിരിക്കുന്ന കേശവ, ഓർക്കുക, എന്നെ വലിച്ചിഴച്ചവൻ ദുശാസനൻ. എനിക്കിരിക്കുവാൻ വസ്ത്രം മാറ്റി സ്വന്തം തുട കാണിച്ചവൻ ദുര്യോധനൻ. കേശവ, യുധിഷ്ഠിരനും ഭീമാർജുനന്മാരും ധർമ്മത്തെ മുറുകെ പിടിച്ച് സമാധാനത്തിനായി വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു കൊള്ളട്ടെ. എനിക്ക് വേണ്ടി വൃദ്ധനായ എൻ്റെ പിതാവ് യുദ്ധം ചെയ്യും. അഭിമന്യുവും ഉപപാണ്ഡവരും എനിക്ക് വേണ്ടി കൗരവരോട് യുദ്ധം ചെയ്യും. എന്നെ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച ദുശാസനന്റെ കൈ ശരീരത്തിൽ നിന്നും വേർപെട്ട് മണ്ണിൽ കിടക്കുന്നത് കാണാതെ എൻ്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുകയില്ല കേശവ. 13 വർഷം ഞാൻ കാത്തിരുന്നു. ഈ ക്രോധം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചു. എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഭീമസേനന്റെ വാക്കുകളാണ്. അദ്ദേഹം പോലും ഇന്ന് സമാധാനത്തിനായി സംസാരിക്കുന്നു. എനിക്ക് വേണ്ടി അന്ന് കുരുസഭയിൽ ഒന്നിനു പിറകെ ഒന്നായി ശപഥങ്ങളെടുത്ത ഭീമസേനൻ ഇന്ന് സമാധാനത്തിനായി സംസാരിക്കുന്നു. അദ്ദേഹത്തിനും ഇപ്പോൾ ജ്യേഷ്ഠ പാണ്ഡവനെ പോലെ ധർമ്മം മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ മാധവ. എൻ്റെ അഴിഞ്ഞിടക്കുന്ന ഈ മുടി അങ്ങ് ശ്രദ്ധിച്ചോ കേശവ? ഞാനത് പിന്നെ കെട്ടിയിട്ടില്ല. ദുശാസനൻ മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി എൻ്റെ മുടി കെട്ടുകയുള്ളൂ. ദ്രൗപദിയുടെ തൊണ്ടയിടറി, വാക്കുകൾ മുറിഞ്ഞു. അടക്കുവാൻ കഴിയാത്ത ദുഃഖത്തിൽ അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി ഏങ്ങി കരഞ്ഞു. കണ്ണുനീർ പ്രളയജലം പോലെ ഒഴുകി. കൃഷ്ണൻ ദ്രൗപദിയുടെ സമക്ഷത്ത് ചെന്നു അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട്, അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, പുറമെ ശാന്തമായി കാണപ്പെടുന്ന നിഗൂഢമായ സാഗരം കണക്കെ കൃഷ്ണൻ പറഞ്ഞു, കൗരവ പക്ഷത്ത് യുദ്ധത്തിനായി ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഭാര്യമാർ ഇതുപോലെ കരയുന്നത് അധികം വൈകാതെ നീ കാണും കൃഷ്ണേ. വിധി മാറ്റിമറിക്കുവാൻ ആരാലും കഴിയുകയില്ല ദ്രൗപദി. ഞാൻ സംസാരിക്കുവാൻ പോയാലും എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. എൻ്റെ വാക്കുകൾ കേൾക്കാത്ത പക്ഷം ധൃതരാഷ്ട്രപുത്രന്മാർ മണ്ണിൽ മരണപ്പെട്ട് കിടക്കും. കുറുനരിയും ചെന്നായ്ക്കളും അവരെ ഭക്ഷണമാക്കും. ഹിമാലയം നീങ്ങിയേക്കാം, ഭൂമി പിളർന്നേക്കാം, ആകാശവും നക്ഷത്രങ്ങളും താഴേക്ക് പതിച്ചേക്കാം. എന്നാലും എൻ്റെ ഈ വാക്കുകൾ വ്യർത്ഥമാവുകയില്ല കൃഷ്ണേ. നിന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം വലിയ വില കൊടുക്കേണ്ടതായി വരും, അധികം വൈകാതെ തന്നെ. കരയരുത് കൃഷ്ണേ, മിഴുനീർ തുടച്ചാലും. നഷ്ടമായതെല്ലാം നിനക്കും നിന്റെ ഭർത്താക്കന്മാർക്കും തിരികെ ലഭിക്കും. ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ അവിടെ നിന്നും മടങ്ങി. അടുത്ത ദിവസം ഹസ്തിനപുരിയിലേക്ക് യാത്രയാകുവാനായി. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.